CPI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികളും നേതാക്കളും തമ്മിൽ തർക്കം. വനിതാ അംഗത്തെ മാനസികമായി പീഡിപ്പിച്ചുവെന്ന ആരോപണം ഉയർന്ന ആളെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നായിരുന്നു തർക്കമുണ്ടായത്. നേമം മണ്ഡലത്തിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തിയ സുജിത്തിനെതിരെ പരാതിയും ഉയർന്നു. ആറ്റുകാൽ ലോക്കൽ കമ്മിറ്റിയിലെ വനിതാ നേതാവാണ് മാനസിക പീഡനത്തിന് ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകിയിരിക്കുന്നത്. യശാലിന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. യശാലിന്, ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, തുടർച്ചയായി തിരുവനന്തപുരത്തെ CPIയുടെ ജില്ലാ സമ്മേളന വേദി അത് ഒരു സംഘർഷത്തിന്റെയും ചർച്ചകളിലെ വിമർശനങ്ങളുടെയും ഒക്കെ വേദിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധികളെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പുതിയ വാക്കുതർക്കത്തിലേക്ക് പ്രതിനിധികളും നേതാക്കന്മാരും എത്തിയിട്ടുള്ളത്. CPIയുടെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ വനിതാ നേതാവിനെ മാനസികമായി പീഡിപ്പിക്കുകയും പിന്നീട് ജില്ലാ കമ്മിറ്റിയിലേക്ക് പരാതി എത്തിയ പരാതിയുടെ അന്വേഷണമൊക്കെ നടക്കുന്നതിനിടയിലാണ് ആ പരാതിക്കാരിയുടെ മുന്നിൽ തന്നെ ആരോപണ വിധേയനായി നിൽക്കുന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയെ ജില്ലാ കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പുതിയ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനിടയിലാണ് നേമം മണ്ഡലത്തിൽ നിന്നുള്ള ജില്ലാ കമ്മിറ്റിയിലേക്ക് സുജിത്ത് എന്ന നേതാവിനെ അല്ലെങ്കിൽ സുജിത്ത് എന്ന പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വാക്കുതർക്കം അവിടെ തുടരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഈ സമ്മേളനത്തിൽ നിലവിൽ ഈ അംഗത്തിനെതിരെ നിരവധി പരാതികളുണ്ട്. ഈ മണ്ണടി വിഷയവുമായി ഒക്കെ ബന്ധപ്പെട്ട് അത്തരമുള്ള മണ്ണടി മാഫിയകളുമായിട്ടൊക്കെ ഇയാൾക്ക് ബന്ധമുണ്ട് എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അവരിൽ നിന്നൊക്കെ പണം വാങ്ങിയെന്നതടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നു. ഒപ്പം തന്നെ CPI ഇതിൽ അന്വേഷണം നടത്തുന്നു. ഇതിനിടയിലാണ് തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു വനിതാ നേതാവ് ഇയാൾക്കെതിരെ മാനസിക പീഡന പരാതി ജില്ലാ കമ്മിറ്റിക്ക് നൽകുന്നത്. ജില്ലാ കമ്മിറ്റി ഇക്കാര്യത്തിലും അന്വേഷണം നടത്തുകയാണ്. ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഇവർ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ഈ വനിതാ നേതാവ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ പിന്നീട് രക്ഷപ്പെടുത്തുകയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീടാണ് ഈ യുവതി പരാതി നൽകിയത്. ഈ പരാതി കാര്യമായി തന്നെ പരിഗണിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒരു മുന്നണിയിൽ നിന്ന് ഒരു നേതാവിനെതിരെ ഇത്തരത്തിലൊരു പരാതി വരുമ്പോൾ ആ പരാതിയിൽ കൃത്യമായി നടപടി ഉണ്ടായി മാറ്റി നിർത്താതെ സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞ അധികാരത്തിലേറിയ ഒരു ഭരണകർത്താക്കളുടെ ഇടയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ആരോപണ വിധേയനായി നിൽക്കുന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയെ ജില്ലാ കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യുകയാണ്. അത് മന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. GRNൽ അടക്കമുള്ളവർ, തിരുവനന്തപുരത്തെ പ്രതിനിധികളും ഒപ്പം തന്നെ മന്ത്രി അടക്കമുള്ളവർ ഉണ്ട്. അതിനിടയിലാണ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടക്കുന്ന തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ജില്ലാ സമ്മേളനത്തിൽ ഇത്തരത്തിലൊരു വാക്ക് തർക്കം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും ശക്തമാവുകയാണ്. നിരവധി പ്രതിനിധികളാണ് സുജിത്തിനെതിരെ പരാതിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. കാരണം ഒരു ആരോപണം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിൽ കൃത്യമായി അന്വേഷണം നടത്തി ജില്ലാ കമ്മിറ്റിയിൽ നടക്കം തരം താഴ്ത്തി മാറ്റി നിർത്തുകയല്ലാതെ ഇത്തരത്തിലൊരു നടപടി അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ് പ്രതിനിധികൾ ഈ ചർച്ചയിൽ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യവും അവരുടെ നിർദ്ദേശവും. ദേവിക. ശരി, ശാലിനി.